Dear students, നമ്മൾ അഡ്സോർപ്ഷൻ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. അതായത് the concentration or accumulation of a substance more on the surface than in the bulk of a solid or liquid. The substance which are adsorbed at the surface of an adsorbent is known as adsorbate, and the surface on which the adsorption takes place is called adsorbent. There are mainly two types of adsorption of gases on solids: physical adsorption or physisorption and chemical adsorption or chemisorption. പിന്നെ എന്താണ് physical adsorption or physisorption? It is the accumulation of a gas on the surface of a solid by weak van der Waals forces. It is the accumulation of gas on the surface of solid, അതാണ് adsorption, by weak van der Waals force എന്ന് പറയുമ്പോൾ that becomes physical adsorption. അപ്പോൾ കെമിക്കൽ അഡ്സോർപ്ഷൻ്റെ പേരിൽ നിന്ന് നമുക്ക് കിട്ടും കെമിക്കൽ ബോണ്ടാണ്. അപ്പോൾ വെൻ ദ ഗ്യാസ് മോളിക്യൂൾസ് ഓർ ആറ്റംസ് ആർ ഹെൽഡ് ടു ദ സോളിഡ് സർഫസ് ബൈ chemical bonds, it is called the chemisorption. So types of adsorption: there are mainly two types of adsorption of gases on solids: physical adsorption or physisorption, chemical adsorption or chemisorption. Physical adsorption la it is the accumulation of gas on the surface of a solid by weak van der Waals forces, and chemical adsorption or chemisorption when the gas molecules of atoms are held to the surface of solid by chemical bonds. ഇനി ഈ കെമിക്കൽ ബോണ്ട് കോവാലൻ്റ് ആകാം അല്ലെങ്കിൽ അയോണിക് ആകാം. Chemisorption involve high energy of activation. So it is referred to as activated adsorption. ഇനി ചില സമയത്ത് ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷനും ഒരുമിച്ച് നടക്കാറുണ്ട്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ സാധാരണ നടക്കുന്നത് ലോ ടെമ്പറേച്ചറിലാണ്. ദാറ്റ് മേ പാസ് ഇൻ ടു കെമിക്കൽ അഡ്സോർപ്ഷൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ അതായത് അഡ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ആദ്യം അത് ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്നാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് വാൻ ഡർ വാൽസ് ഫോഴ്സ് ആയിരിക്കും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കെമിക്കൽ ബോണ്ടായിട്ട് മാറുവാണ്. അപ്പോൾ അത് ഫിസിക്കൽ അഡ്സോർപ്ഷനിൽ നിന്നും കെമിക്കൽ അഡ്സോർപ്ഷനായിട്ട് മാറുന്നത്. അപ്പോൾ അത് നിങ്ങൾ ടെക്സ്റ്റിലെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഡൈഹൈഡ്രജൻ, അതായത് ഹൈഡ്രജൻ H2 ഡൈഹൈഡ്രജൻ ഈസ് ഫസ്റ്റ് അബ്സോർബ്ഡ് on nickel by van der Waals forces. നമ്മൾ ഹൈഡ്രോജനേഷനൊക്കെ പഠിക്കുമ്പോൾ റിഡക്ഷൻ പ്രസൻസ് ഓഫ് നിക്കൽ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജൻ ഗ്യാസിനെ നിക്കൽ അഡ്സോർബ് ചെയ്യുന്നത് ഫസ്റ്റിൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ വഴിയാണ്. എന്നിട്ട് ആ മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ഡിസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് മാറും, which are held on the surface by chemisorption. ആ ഹൈഡ്രജൻ ഗ്യാസ് അഡ്സോർബ് ചെയ്യുന്നത് വീക്ക് വാൻ ഡർ വാൽസ് ഫോഴ്സ് വഴിയാണ്. അത് സർഫസിൽ ഡിസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് സർഫസിൽ അഡ്സോർബ് ചെയ്തേക്കുന്നത് കെമിക്കൽ ബോണ്ട് വഴിയാണ്. അപ്പോൾ ഒരു ഫിസിക്കൽ അഡ്സോർപ്ഷൻ തന്നെയാണ് ആരായിട്ട് മാറിയത്. ഇവിടെ പിന്നീട് വേറൊരാളല്ല അഡ്സോർബ് ചെയ്യുന്നത്. ആദ്യം അഡ്സോർബ് ചെയ്ത ഹൈഡ്രജൻ ഗ്യാസ് അത് ഡിസോസിയേറ്റ് ചെയ്ത ആറ്റമായിട്ട് മാറുമ്പോൾ ഇവിടെ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഒരേ പ്രോസസ്സ് തന്നെയാണ്, സെയിം അഡ്സോർപ്ഷൻ തന്നെയാണ്. ആദ്യം ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആയിരുന്നു, പിന്നെ അത് എന്തിലോട്ട് മാറുവാണ്, കെമിക്കൽ അഡ്സോർപ്ഷനായിട്ട് മാറുവാണ്. അപ്പോൾ അവിടെ രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ: there are mainly two types of adsorption of gases on solids: physical adsorption or physisorption, chemical adsorption or chemisorption. Physical
It is the accumulation of a gas on the surface of a solid by weak van der Waals forces. Chemical adsorption or chemisorption. നമുക്ക് തന്നെ പേര് തന്നെ ഉണ്ട്, കെമിക്കലാണ്, കെമിക്കൽ ബോണ്ടാണ്. When the gas molecules or atoms are held to the solid surface by chemical bonds, it is called chemisorption. ഇനി നമ്മൾ പറയുന്നത് എന്തുവാണ്? ഈ കെമിസോപ്ഷനിൽ കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞു. ഈ കെമിക്കൽ ബോണ്ട് കൊവാലൻ്റ് ആകാം അല്ലെങ്കിൽ അയോണിക് ആകാം. അതുപോലെ കെമിസോപ്ഷൻ ദാറ്റ് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ട് ദാറ്റ് റിക്വയർ സം ആക്ടിവേഷൻ എനർജി. അതുകൊണ്ട് തന്നെ കെമിക്കൽ അഡ്സോപ്ഷനെ ആക്ടിവേറ്റഡ് അഡ്സോപ്ഷൻ എന്നുകൂടി പറയാം. ഇനി ചില സമയത്ത് ഫിസിക്കൽ അഡ്സോപ്ഷനും കെമിക്കൽ അഡ്സോപ്ഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കാറുണ്ട്. ലോ ടെമ്പറേച്ചറിൽ ഫിസിക്കൽ അഡ്സോപ്ഷൻ ആയിട്ടിരിക്കുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് കെമിക്കൽ അഡ്സോപ്ഷനായിട്ട് മാറാറുണ്ട്. ഇനി ഈ കെമിക്കൽ അഡ്സോപ്ഷനും ഫിസിക്കൽ അഡ്സോപ്ഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നതിന് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഹൈഡ്രജൻ ഗ്യാസ് ഈസ് അബ്സോർബ്ഡ് ഓൺ നിക്കൽ ബൈ വാൻ ഡർ വാൾ ഫോഴ്സസ്. Then these molecules of hydrogen then dissociate to form hydrogen atoms and are then held on the surface by chemical adsorption. Then characteristics of a physisorption. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ, ഇൻ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഗ്യാസ് മോളിക്യൂൾസ് ആർ held on the surface by weak van der Waals forces, അല്ലെങ്കിൽ it arises because of van der Waals forces. ഇനി lack of specificity. സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ the surface of an adsorbent does not show any preference for a particular gas as the van der Waals forces are universal. അതായത് ഒരു സോളിഡ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഗ്യാസിനെ മാത്രമേ അഡ്സോർബ് ചെയ്യൂ എന്ന് ഫിസിക്കൽ അഡ്സോർപ്ഷനിലില്ല. അതായത് എല്ലാ ഗ്യാസിനെയും അതെന്ത് ചെയ്യും? അഡ്സോർബ് ചെയ്യും. ഒരു പർട്ടിക്കുലർ ഗ്യാസിനെ പ്രിഫർ ചെയ്യുന്നില്ല അത്. അതിന് കാരണം എന്തുവാണ്? യൂണിവേഴ്സൽ ഫോഴ്സാണ് വാൻ ഡർ വാൾ ഫോഴ്സ്. അത് എല്ലാ മോളിക്യൂൾസുകൾക്കിടയിലും എന്തുണ്ട്? വാൻ ഡർ വാൾ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സോളിഡിന് ഒരു പർട്ടിക്കുലർ ഗ്യാസിനെ അല്ല, ഏത് ഗ്യാസിനെ വേണമെങ്കിലും അതിന് എന്ത് ചെയ്യാൻ പറ്റും? അഡ്സോർബ് ചെയ്യാം ബൈ ഫിസിക്കൽ അഡ്സോർപ്ഷനിലൂടെ. അപ്പോൾ സ്പെസിഫിസിറ്റി, ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക് എന്നുള്ളതാണ്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഈസ് നോട്ട് സ്പെസിഫിക്. എന്തുകൊണ്ടത് സ്പെസിഫിക് ആകാത്തതിന് കാരണം? അതിന് കാരണം വാൻ ഡർ വാൾ ഫോഴ്സ് യൂണിവേഴ്സലാണ്. The surface of an adsorbent does not show any preference for a particular gas. രണ്ട്, nature of the adsorbate. Nature of the adsorbate എന്ന് പറഞ്ഞാൽ the amount of gas adsorbed by a solid depends on the nature of the gas. അതായത് ഒരു സോളിഡ് എത്ര ഗ്യാസിനെ അഡ്സോർബ് ചെയ്യും? ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദി അഡ്സോർബേറ്റ്. ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ റെഡിലി അഡ്സോർബ്ഡ്. എന്താണ് ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ്? കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഗ്യാസസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ലിക്വിഡ് അറ്റ് ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ബൈ അപ്ലൈയിങ് ക്രിട്ടിക്കൽ പ്രഷർ. അല്ലേ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസിനെ നമുക്ക് ആരാക്കി മാറ്റാൻ പറ്റും? ലിക്വിഡാക്കി മാറ്റാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു പോയിന്റ് കൂടി പഠിക്കുന്നുണ്ട്. ഹയർ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഇറ്റ് ക്യാൻ ബി ഈസിലി ലിക്വിഫൈഡ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ആ ഗ്യാസിനെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ലിക്വിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ റെഡിലി അബ്സോർബ്ഡ്. ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലുള്ള ഗ്യാസിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാം. എന്തുകൊണ്ടാണ് അതിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഇതിൻ്റെ പ്രത്യേകത എന്തുവാണ്? ഗ്യാസ് മോളിക്യൂൾസിനെ ലിക്വിഡാക്കി മാറ്റണമെങ്കിൽ അത് അടുത്ത് വന്ന് അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്ത് അവസാനം അത് ഏതിലോട്ട് മാറണം? ലിക്വിഡ് സ്റ്റേറ്റിൽ. ഗ്യാസസുകൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്കാണ്, ലിക്വിഡ് ആകുമ്പോൾ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനോട് അടുക്കും തോറും ഈ ഗ്യാസ് മോളിക്യൂൾസിനിടയിലുള്ള വാൻ ഡർ വാൾ ഫോഴ്സ് എന്തായിക്കൊണ്ടിരിക്കുവാണ്? സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് പറ്റും? ആ ഗ്യാസ് സ്ട്രോങ് വാൻ ഡർ വാൾ ഫോഴ്സ് വരുമ്പോൾ അഡ്സോർപ്ഷൻ കൂടുതൽ എന്തായിട്ട് മാറും? പെട്ടെന്ന് നടക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ അഡ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പറയുന്നത് നേച്ചർ ഓഫ് ദി അഡ്സോർബേറ്റ്.
ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ റെഡിലി അഡ്സോർബ്ഡ്. അപ്പോൾ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഗ്യാസസ് വിത്ത് ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറാണ്. അതിന് നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ പറയും. നമ്മൾ ഇന്നലെ കുറേ അഡ്സോർബൻറ്റുകൾ പഠിച്ചായിരുന്നു. സിലിക്ക ജെല്ല്, അലുമിന ജെല്ല്, ചാർക്കോള്, അനിമൽ ചാർക്കോള്, കോക്കനട്ട് ചാർക്കോൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ 1 gram ആക്ടിവേറ്റഡ് ചാർക്കോൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ അഡ്സോർബ് മോർ സൾഫർ ഡയോക്സൈഡ്. അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 630 Kelvin ദാൻ മീഥെയിൻ. അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 190 ആണ്. വിച്ച് ഈസ് സ്റ്റിൽ മോർ ദാൻ ഹൈഡ്രജൻ. അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 33 Kelvin ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കുറയും തോറും അഡ്സോർബ് ചെയ്യുന്ന എമൗണ്ട് എന്ത് ചെയ്യും? കുറയും. അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുന്തോറും അഡ്സോർബ് ചെയ്യുന്ന എമൗണ്ട് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. സോ നേച്ചർ ഓഫ് അഡ്സോർബേറ്റ് എന്ന് പറയുമ്പോൾ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ റെഡിലി അഡ്സോർബ്ഡ്. റിവേഴ്സിബിൾ. റിവേഴ്സിബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് അഡ്സോർബ് ചെയ്ത ഗ്യാസ് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസോർബ് ചെയ്യാൻ പറ്റും. വീണ്ടും എഗെയിൻ എന്ത് ചെയ്യാൻ പറ്റും? അഡ്സോർബ് ചെയ്യാം. നമ്മൾ പറഞ്ഞ റിമൂവൽ ഓഫ് ഗ്യാസസ് അഡ്സോർബേറ്റിനെയാണ് നമ്മൾ ഡിസോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പോയിന്റേ ഉള്ളൂ. ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഓഫ് ഈസ് റിവേഴ്സിബിൾ. ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്തുവാണ്? റിവേഴ്സിബിൾ ആണ്. ഇനി അഡ്സോർപ്ഷൻ നമ്മൾ പ്രഷർ കൂട്ടുന്തോറും അഡ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും. കാരണം എന്തുവാണ്? പ്രഷർ കൂടുമ്പോൾ വോളിയം എന്ത് ചെയ്യണം? കുറയണം. ലീഷാല്യ പ്രിൻസിപ്പിൾ അനുസരിച്ച്. അതുകൊണ്ട് വോളിയം കുറയണമെങ്കിൽ അതെന്ത് ചെയ്യണം? കൂടുതൽ അട്രാക്റ്റ് ചെയ്യണം. അതായത് അഡ്സോർബ് ചെയ്യുമ്പോൾ വോളിയം എന്ത് ചെയ്യും? അഡ്സോർബ് ചെയ്യുമ്പോൾ മോളിക്യൂൾ ഒരു സർഫസിൽ അക്യൂമുലേറ്റ് ചെയ്യുവാണ്. ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ വളരെ ഫ്രീഡമാണ് മൂവ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ വോളിയം വളരെ കൂടുതലായിരുന്നു. നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ മോളിക്യൂൾസ് അടുത്ത് വരുന്നു, അട്രാക്ഷൻ കൂടുന്നു. അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ വോളിയം എന്ത് ചെയ്യുവാണ്? ഡിക്രീസ് ചെയ്യുവാണ്. അതുപോലെ നമ്മൾ ഇന്നലെ പറഞ്ഞു അഡ്സോർപ്ഷൻ എക്സോതെർമിക് ആണെന്ന് പറഞ്ഞു. അതായത് അബ്സോർപ്ഷൻ നടക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നു. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ്റെ കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ലോ ടെമ്പറേച്ചർ ഫേവറബിൾ എക്സോതെർമിക് റിയാക്ഷൻ. ഇപ്പോൾ ഫിസിക്കൽ അഡ്സോർപ്ഷൻ എക്സോതെർമിക് ആയതുകൊണ്ട് ലോ ടെമ്പറേച്ചറിലാണ് പെട്ടെന്ന് നടക്കുന്നത്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ഗ്യാസ് അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ കൂടുന്തോറും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത്? അഡ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡിസോർപ്ഷൻ നടക്കും. അപ്പോൾ പ്രഷർ കൂട്ടിയാൽ അഡ്സോർപ്ഷൻ നടക്കും, പ്രഷർ കുറയ്ക്കുമ്പോൾ ഡിസോർപ്ഷൻ നടക്കും. വീണ്ടും പ്രഷർ കൂട്ടിയാൽ എന്ത് ചെയ്യും? അഡ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതായത് ഇത് റിവേഴ്സിബിൾ ആണ്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്തുവാണ്? റിവേഴ്സിബിൾ ആണ്. അപ്പോൾ ഫിസിക്കൽ അഡ്സോർപ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കേ. ലാക്ക് ഓഫ് സ്പെസിഫിസിറ്റി. ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്. നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ട് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി. ഫിസിക്കൽ അഡ്സോർപ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ദ സർഫസ് ഓഫ് ആൻ അഡ്സോർബൻറ്റ് ഡസ് നോട്ട് ഷോ എനി പ്രിഫറൻസ് ഫോർ എ പർട്ടിക്കുലർ ഗ്യാസ് ആസ് വാൻ ഡർ വാൾസ് ഫോഴ്സസ് ആർ യൂണിവേഴ്സൽ. 2. ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ റെഡിലി അഡ്സോർബ്ഡ്. 3. ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഈസ് റിവേഴ്സിബിൾ ഇൻ നേച്ചർ. It is an exothermic process, so physical adsorption occurs readily at a lower temperature. അല്ലെങ്കിൽ low temperature favor physical adsorption. Then surface area. അത് നമ്മൾ പറഞ്ഞു. സർഫസ് ഏരിയ കൂടുന്തോറും അഡ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുവാണ്. സോ ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് സർഫസ് ഏരിയ ഓഫ് ദി അഡ്സോർബൻറ്റ്. അത് തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഫൈൻലി ഡിവൈഡഡ് മെറ്റൽസ് ആൻഡ് പോറസ് സബ്സ്റ്റൻസസ് ഹാവിംഗ് ലാർജ് സർഫസ് ഏരിയാസ് ആർ ഗുഡ് അഡ്സോർബൻറ്റ്. ഫൈൻലി ഡിവൈഡഡ് മെറ്റൽസും പോറസ് സബ്സ്റ്റൻസസും അതിൻ്റെ സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് ദേ ആർ ഗുഡ് അഡ്സോർബൻറ്റ്. ദെൻ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. അത് ഫിസിക്കൽ അഡ്സോർപ്ഷൻ എക്സോതെർമിക് ആണ്, ബട്ട് അതിൻ്റെ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ വളരെ ലോ ആണ്. 20 to 40 kJ/mol. അതിൻ്റെ വാല്യൂ ഓർത്ത് വയ്ക്കുക. 20 to 40 kJ/mol. കാരണം അട്രാക്ഷൻ എന്തുവാണ്? വീക്കാണ്. മൾട്ടി മോളിക്കുലാർ ഫോർമേഷൻ ഈസ് പോസിബിൾ. അതായത് ഒരു ലെയർ ഫോം ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ അടുത്ത ലെയർ, അങ്ങനെ മൾട്ടി മോളിക്കുലാർ ലെയർ ഫോം ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇത്രയാണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷൻ്റെ ഡിഫറൻസ് പറയുമ്പോൾ ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. 2 types ഓഫ് അഡ്സോർപ്ഷൻ ഉണ്ട്. Physical adsorption, it is the accumulation of gas on the surface of a solid by weak van der Waals force. Chemical adsorption, when the gas molecules or atoms are held to the solid surface by chemical bond, it is called chemisorption. ഈ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നമ്മൾ ഈ ഓരോ സെൻറ്റൻസും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണമെന്നില്ല. ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്. ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ റെഡിലി അഡ്സോർബ്ഡ്. ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ഇൻ നേച്ചർ. Extent of adsorption increases with the increase of surface area of the adsorbent. Enthalpy of adsorption is low, 20 to 40 kilojoule per mole. Multimolecular layer formation is possible. ഇനി നമുക്ക് കെമിക്കൽ അഡ്സോർപ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് പോകാം. കെമിക്കൽ അഡ്സോർപ്ഷൻ നമ്മൾ പറഞ്ഞു, എ സ്ട്രോങ് കെമിക്കൽ ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ അഡ്സോർബെൻ്റ് ആൻഡ് അഡ്സോർബേറ്റ്. അപ്പോൾ അവിടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കെമിക്കൽ ബോണ്ട് പോസിബിൾ ആയിട്ടുള്ള അഡ്സോർബെൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, അഡ്സോർപ്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ അഡ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് if there is some possibility of chemical bonding between adsorbent and adsorbate. നേരത്തെ അങ്ങനെയല്ല, ആരെ വേണോ അഡ്സോർബ് ചെയ്യാം, കാരണം അവിടെ വീക്ക് വാൻ ഡെർ വാൽസ് ഫോഴ്സ് ആണ്, എല്ലാ മോളിക്യൂൾസിനെയും അട്രാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അഡ്സോർബെൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ കെമിക്കൽ ബോണ്ടിന് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കെമിക്കൽ അഡ്സോർപ്ഷൻ നടക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക്. മറ്റത് സ്പെസിഫിക് അല്ല. Chemisorption is highly specific. It will only occur if there is some possibility of chemical bond. അതിന് കാരണം ഓക്സിജൻ ഈസ് അഡ്സോർബ്ഡ് ഓൺ മെറ്റൽസ് ബൈ ഓക്സൈഡ് ഫോർമേഷൻ. ഹൈഡ്രജൻ ഈസ് അഡ്സോർബ്ഡ് ബൈ ട്രാൻസിഷൻ മെറ്റൽസ് ഡ്യൂ ടു ഹൈഡ്രൈഡ് ഫോർമേഷൻ. അപ്പോൾ അവിടെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണ്. ഫിസിക്കൽ അഡ്സോർപ്ഷനിൽ കോമ്പൗണ്ട് ഒന്നും ഫോം ചെയ്യുന്നില്ല, ജസ്റ്റ് ഓൺലി അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. സോ ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക്. 2, ഇറിവേഴ്സിബിൾ. കാരണം കെമിസോപ്ഷനിൽ കോമ്പൗണ്ട് ഫോം ചെയ്യുവാണ്. ഇപ്പോൾ ഓക്സൈഡ് ഫോം ചെയ്തു സർഫസിൽ, പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. മാത്രവുമല്ല ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ദാറ്റ് റിക്വയർ എനർജി ഓഫ് ആക്ടിവേഷൻ. സോ ഇറ്റ് ഒക്വർ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ശരിക്കും കെമിസോപ്ഷനും എക്സോതെർമിക് തന്നെയാണ്, പക്ഷേ ലോ ടെമ്പറേച്ചറിൽ ഇത് വളരെ സ്ലോ ആയിരിക്കും. കാരണം എന്തുവാണ്, കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുവാണ്. അവിടെ ദാറ്റ് റിക്വയർ ആക്ടിവേഷൻ എനർജി. അതുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കെമിക്കൽ അഡ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ലോ ടെമ്പറേച്ചറിലാണ്, ബട്ട് കെമിക്കൽ അഡ്സോർപ്ഷൻ ഹയർ ടെമ്പറേച്ചറിലാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ലോ ടെമ്പറേച്ചറിൽ നടക്കുന്ന ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഹയർ ടെമ്പറേച്ചറിൽ എന്തായിട്ട് മാറുന്നു, ചില കേസിൽ കെമിസോപ്ഷനായിട്ട് മാറുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക്. It will only occur if there is some possibility of chemical bond between adsorbent and adsorbate. It is irreversible in nature. That is, chemical adsorption involves compound formation. So it is usually irreversible in nature. Surface area. അത് രണ്ടും ഒരുപോലെ തന്നെയാണ്. Chemisorption also increases with the increased surface area of the adsorbent. Enthalpy of adsorption. ബോണ്ട് ഇൻവോൾവ് ചെയ്യുന്ന ബോണ്ട് സ്ട്രോങ് കെമിക്കൽ ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഹൈ. ഏകദേശം 80 to 240 കിലോജൂൾ പെർ മോൾ. മറ്റത് 20 to 40 കിലോജൂൾ പെർ മോൾ. വളരെ ലോ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷനാണ്. ഇത് ഹൈ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷനാണ്. ഇറ്റ് ഈസ് 80 to 240 കിലോജൂൾ പെർ മോൾ ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്
chemical bond formation. Then only unimolecular layer is formed. കാരണം ഇത് ഓക്സൈഡ് കോമ്പൗണ്ട് ഫോം ചെയ്യുവാണ്, പിന്നെ അതിന് അടുത്ത ആളിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഓൺലി യൂണിമോളിക്കുലർ ലെയർ ഈസ് ഫോംഡ്. അപ്പം ദ ഡിഫറൻസ് ബിറ്റ്വീൻ കെമിക്കൽ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷൻ. അപ്പോൾ നിങ്ങൾ ഡെഫിനേഷൻ മാത്രമല്ല എഴുതേണ്ടത്. ഫിസിക്കൽ അഡ്സോർപ്ഷനകത്ത് വരുന്ന പോയിന്റ്, ഇറ്റ് അറൈസസ് ബിക്കോസ് ഓഫ് വീക്ക് വാൻ ഡർ വാൽസ് ഫോഴ്സസ്, ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്, it is reversible in nature, easily liquefiable gases easily adsorbed, low enthalpy of adsorption, then low temperature is favorable. As temperature increases, physical adsorption decreases. As surface area, it increases with increase in surface area. Multimolecular layer is formed. Chemical adsorption പറയുമ്പോൾ it is caused by chemical bond formation, highly specific, irreversible gases which can react with the adsorbent show chemical adsorption, high heat of adsorption, high temperature is favorable, high activation energy is sometimes needed. It increases with the increasing surface area of the adsorbent. It form only unimolecular layer.